എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ ലൂഫി ആണെങ്കിൽ ആ വില്ലന്റെ 3 പഞ്ച് അതങ്ങനെ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് ആ പഞ്ചിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അങ്ങനെ രക്ഷപ്പെട്ടു പോവാണ്. അതിൽ കലി കയറിയ ആ വില്ലൻ അവൻ കൈ ചുരുട്ടി ലൂഫിയെ ആഞ്ഞെട്ടിക്കും. ആ ഒരു അടി കറക്റ്റായിട്ട് കിട്ടി ലൂഫി ആണെങ്കിൽ തെറിച്ച് താഴേക്ക് വീഴാണ്. ആ സമയത്ത് അവന്റെ കാലില് എന്തോ ഒന്ന് കുത്തിക്കയറും. ലൂഫി ആണെങ്കിൽ വേദനയിൽ നിലവിളിക്കും. ആ ഗ്യാപ്പില് കട്ടകുറി വില്ലൻ അവൻ ലൂഫിയെ ആഞ്ഞെട്ടിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കട്ടകുറി വില്ലന്റെ സിസ്റ്ററിനെ കാണിക്കും. അവളാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ആക്ച്വലി അവളാണ് ലൂഫിയുടെ കാലില് എന്തോ ഒന്ന് ഉപയോഗിച്ച് പരുക്ക് പറ്റിപ്പിച്ചത്. കട്ട് ചെയ്ത ആ മോണ്ടോർ അവനാണെങ്കിൽ ആകെ ഷോക്കായി കലി കയറി നിൽക്കുകയാണ്. കാരണം ആ ടമട്ടൈഡ് ബോക്സിൽ ബോംബായിരുന്നുവെന്നും അത് കൊടുത്തത് ലൂഫി ആയിരുന്നുവെന്നും ഇപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്. സോ ടമുഗോ ആണെങ്കിൽ ആ മോണ്ടോറിനോട് പറയും അവൻ നിസ്സാരക്കാരനല്ല. ഫിഷ്മാൻ ഐലാൻഡിൽ വെച്ച് തന്നെ അവൻ അവന്റെ ജോലി അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. അത് കേൾക്കേണ്ട താമസം അവൻ സ്നെയിലില് അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് എത്രയും വേഗം ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് പോയി നമ്മുടെ ആൾക്കാരെ തകർക്കാനായിട്ട് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കപ്പോംസിനെ കാണിക്കും. പരസ്പരമാണെങ്കിൽ കപ്പോംസിനെ കോണ്ടാക്ട് ചെയ്ത് അവനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ കേക്ക് നിന്റെ കപ്പലിൽ സെറ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നേ? മാത്രമല്ല നീ ഇപ്പൊ എന്തിനാ ഒരു ഐലാൻഡ് നോക്കി കപ്പൽ ടേൺ ചെയ്യുന്നത്? അതിന് കപ്പോംസ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, കപ്പൽ ടേൺ ചെയ്തത് അവൾക്ക് കരയിൽ വെച്ച് ആ കേക്ക് തിന്നാനും അതിനുശേഷം ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുമാണ്. അത് കേട്ട് പരസ്പരമാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തോ ആ ഒരു കേക്കിൽ കലർത്തിയിട്ടുണ്ട്. അതിൽ നീ പോയിസൺ സെറ്റ് ചെയ്തിട്ടില്ലേ? അത് കേൾക്കേണ്ട താമസം കപ്പോംസ് ചിരിക്കും. നിനക്കൊരു കാര്യം അറിയോ? ഷിഫോണും പുട്ടിങ്ങും അവർ രണ്ടുപേരും ചേർന്നാണ് ആ കേക്ക് ക്രിയേറ്റ് ചെയ്തത്. അതിലവര് യാതൊരു തരത്തിലുള്ള പോയിസണും ചേർത്തിട്ടില്ല. നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കേക്ക് കഴിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിന്റെ അമ്മയെ അറ്റാക്ക് ചെയ്യൂ. അതുവരെ നീ സ്ട്രോ ഹാറ്റ്സിനെ നോക്കാൻ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കോള് കട്ട് ചെയ്യും. പക്ഷെ പരസ്പരമാണെങ്കിൽ ഇപ്പൊ കപ്പോംസിന്റെ പിന്നാലെ പോവാൻ തീരുമാനിക്കും. കാരണം കപ്പോംസിന്റെ സംസാരത്തിൽ അവൻ എന്തൊക്കെയോ സംശയം തോന്നും. പരസ്പരമാണെങ്കിൽ സ്മൂത്തിയെ ലൂഫിയുടെ അടുത്തേക്ക് അയക്കും. അതിനുശേഷം അവനും പവറോയ്സും അവർ രണ്ടുപേരും ഇപ്പൊ കപ്പോംസിന്റെയും ബിഗ് മോമിന്റെയും പിന്നാലെ പോവും. ആ സമയം സ്മൂത്തിയും അവളുടെ ഫ്രണ്ട്സും സിസ്റ്റേഴ്സും എല്ലാവരും ചേർന്ന് ലൂഫിയുടെ കപ്പലിനെ ഫോളോ ചെയ്ത് അവരെ തകർക്കാനായിട്ട് അവിടേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ നാമിയ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ നല്ല സ്പീഡിൽ ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് കപ്പൽ കൊണ്ടുപോവാണ്. അപ്പൊ അവർ കാണും അവരുടെ തൊട്ടു പുറകിലായിട്ട് സ്മൂത്തിയും അവളുടെ സിസ്റ്റേഴ്സും ഫ്രണ്ട്സും അസിസ്റ്റൻസും അങ്ങനെ എല്ലാവരും കപ്പലില് അവരെ റൗണ്ട് ചെയ്ത് വരുന്നത്. നമ്മുടെ ആൾക്കാരുടെ പ്ലാന് അതാ വില്ലന്മാർ മനസ്സിലാക്കിയെന്ന് നമ്മുടെ ആൾക്കാർ ഇപ്പോഴായിരിക്കും തിരിച്ചറിയുക. ചാഞ്ചിയാണെങ്കിൽ തീർത്തു പറയും, എത്രയും വേഗം നമുക്ക് ആ സ്വീറ്റ് ഐലാൻഡിൽ എത്തണം. അവിടെ എത്തി ലൂഫിയെ കണ്ടെത്തി ഇവിടുന്ന് കടന്നു പോകുന്നത് വരെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ഒരുപാട് വേദനയിൽ ചോരയൊക്കെ ഒലിപ്പിച്ച് അങ്ങനെ നിലവിളിക്കുകയാണ്. കട്ടുകുറി അവൻ ലൂഫിയെ പിടിച്ചു വലിച്ച്, നീ ഇത് കണ്ടില്ലേ? എന്നോട് ഫൈറ്റ് ചെയ്ത് ഇനിയും നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നീ ടോട്ടലായിട്ട് പഞ്ചറായി കഴിഞ്ഞു. അപ്പൊ ദൂരത്തായിട്ട് കട്ടമറുവിന്റെ സിസ്റ്റർ ആ കുഞ്ഞിപ്പെണ്ണ് അവള് ചിരിക്കും. ആക്ച്വലി അവളാണ് പോയിസൺ നീഡിലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ലൂഫിയെ ഈ അവസ്ഥയിലാക്കിയത്. കട്ടകുറിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ലൂഫിയുടെ അവസ്ഥ അത് വീക്ക് ആവുന്നത് കണ്ട് അവൻ വണ്ടർ അടിക്കുകയാണ്. കാരണം ഇത്രയും സമയം ലൂഫി അവനൊരു തീരാ തലവേദനയായി അവന് നല്ല കോമ്പറ്റീഷൻ കൊടുത്തതാണ്. അവൻ ഒരു സെക്കൻഡ് ലൂഫിയെ സൂക്ഷിച്ചു നോക്കി കാല് മടക്കി ഒരൊറ്റ തൊഴി. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണ് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. അവളാണെങ്കിൽ കട്ടകുറിയും അവളും അവർ രണ്ടുപേരുമുള്ള ഒരു നല്ല മൊമെന്റ് അതങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം കട്ടകുറു അവൻ ലൂഫിയെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ച അടിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. അടിയെല്ലാം ഏറ്റുവാങ്ങി ലൂഫി അവൻ അനക്കമില്ലാതെ വീണ് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കപ്പോംസിന്റെ കപ്പല് അതാണെങ്കിൽ ഒരു ഐലാൻഡ് നോക്കി കുതിച്ചു പായാണ്. അതിന്റെ തൊട്ടു പിന്നിലായി സാക്ഷാൽ ബിഗ് മോമും അവളുടെ സൺ പവറും അത് രണ്ടും അങ്ങനെ കപ്പലിന് പിന്നാലെ വരികയാണ്. ബിഗ് മോമിനാണെങ്കിൽ ആ ഒരു കേക്ക് കണ്ട് നാവിലൂടെ വെള്ളം ഊറും. അവളാണെങ്കിൽ കേക്കിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിച്ച് കപ്പലിന്റെ പിന്നാലെ പാഞ്ഞടുക്കും. ഇവിടെ കപ്പോംസ് ഷിഫോണിനോട് പറയും, നിന്റെ ആഗ്രഹം അത് സാധിച്ചില്ലേ? നീ ഹാപ്പി അല്ലേ? അതിന് ഷിഫോൺ, അതെ ഞാനിപ്പോ നല്ല ഹാപ്പിയാണ്. എനിക്ക് നാമിയ ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ട്വിൻ സിസ്റ്ററായ ലോലയെ ഹെൽപ്പ് ചെയ്തത് നാമിയാണ്. അവർക്ക് വേണ്ടി ഇത്രയും നിസ്സാര ഒരു ഹെൽപ്പ് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയും. അത് കേട്ട് കപ്പോംസും ശരിക്കും. പക്ഷേ കപ്പോംസിന്റെ ടെൻഷനും ഹാർട്ട് ബീറ്റും കൂടി കൂടി വരും. കാരണം എങ്ങനെയെങ്കിലും
ആ ഒരു ബിഗ് മോമിനെ അവളെ ഡൈവേർട്ട് ചെയ്ത് തന്റെ ഫാമിലിയും ആൾക്കാരുമായിട്ട് ഈ ഒരു ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നൊരു ചിന്തയാണ് ഇപ്പൊ കപ്പോംസിനുള്ളത്. ഷിഫോൺ ആണെങ്കിൽ അവളുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ ഒരു വലിയ കേക്കിലേക്ക് നോക്കും. അവൾക്ക് സാഞ്ചി ഉണ്ടാക്കിയ കേക്കിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവളുടെ ലൈഫിൽ ഇത്രയും നല്ല ടേസ്റ്റുള്ള അടിപൊളി കേക്ക് ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടുമില്ല. സോ തീർച്ചയായിട്ടും ഈ ഒരു കേക്കിന് ബിഗ് മോമിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയും. അതിന് കപ്പോംസും അവളോട് പറയും, തീർച്ചയായിട്ടും എനിക്കും ഈ കേക്കിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കേക്ക് തിന്ന് നിന്റെ അമ്മ ബിഗ് മോം അവർ തീർച്ചയായിട്ടും ഫ്ലാറ്റ് ആവുമെന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കുകയാണ്. കപ്പലിന്റെ ഒരുപാട് ഭാഗം ഓൾറെഡി തകർന്നു കഴിഞ്ഞു. എങ്കിലും കപ്പൽ നല്ല സ്പീഡിൽ തന്നെ മുൻപോട്ടേക്ക് പോകും. അപ്പോൾ ലോങ് ഷോട്ടിലായി ആ സ്മൂത്തിയും അവളുടെ സിബ്ലിങ്സും ഫ്രണ്ട്സും അസിസ്റ്റൻസും അവരെല്ലാവരും ഒരുപാട് കപ്പലിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് എത്തിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരും ആ വില്ലത്തെയും അവളുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർക്ക് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് എത്താൻ ഇനിയും കുറെ മണിക്കൂർ ആവശ്യമാണ്. 1 മണിക്ക് മാത്രമേ അവരുടെ കപ്പൽ കറക്റ്റായിട്ട് ആ ഐലാൻഡിൽ എത്തൂ. അവിടെ എത്തിയതിനു ശേഷം ലൂഫി അവനെപ്പോ ഐലാൻഡിലേക്ക് വന്ന് നമ്മുടെ ആൾക്കാരുടെ കൂടെ ചേരുവെന്ന് യാതൊരു ഐഡിയയും ഇല്ല. സോ ലൂഫി വരുന്നത് വരെ ഒരുപക്ഷെ ഈ വില്ലന്മാരെയൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. സോ എന്തെങ്കിലും ഒരു പ്ലാൻ അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിച്ച് വെക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സ്വീറ്റ് ഐലാൻഡ് കാണിക്കും. അവിടേക്കാണെങ്കിൽ ബിഗ് മോമിന്റെ മക്കളും റിലേറ്റീവ്സും അസിസ്റ്റൻസും സോൾജേഴ്സും അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയം മോണ്ടോർ അവൻ ഓവനെ വിളിച്ച് ആ ടമട്ടൈഡ് ബോക്സിനെ കുറിച്ചുള്ള രഹസ്യം അവനോട് പറയാണ്. അത് കേട്ട് ഓവന് ലൂഫിയോടുള്ള ദേഷ്യം അത് കൂടി വരും. അവനാണെങ്കിൽ ഓവനോട് തീർത്തു പറയും, നമ്മൾ ആരും കരുതും പോലെ ലൂഫിയാൻ ടീം അവർ നിസ്സാരക്കാരല്ല. ഒരു കാരണവശാലും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരുടെ പ്ലാനും പദ്ധതിയൊക്കെ ഒരുപാട് നാൾക്ക് മുൻപേ തന്നെ തുടങ്ങിയതാണ്. ഇൻ കേസ് അവർ രക്ഷപ്പെട്ടു പോയാൽ നമുക്കത് വലിയ നാണക്കേടും ഭീഷണിയുമാണ്. ഒരു കാരണവശാലും അവർ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അതിനാ ഓവനാണെങ്കിൽ തർപ്പിച്ച് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. ഓവൻ ആ കോള് കട്ട് ചെയ്ത് അവന്റെ അസിസ്റ്റൻസിനോട് പറയും, അവരെല്ലാവരും കറക്റ്റ് 1 മണിയാകുമ്പോഴായിരിക്കും ഇവിടേക്ക് എത്തുക. നമ്മുടെ സ്ട്രെങ്ത്തും പവറും കാണിക്കാനുള്ള സമയമാണ്. ഒരു കാരണവശാലും അവര് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ആ സ്ട്രോഹാർ ലൂഫി അവനിപ്പോ എന്റെ ബ്രദറുമായിട്ട് ആ മിറർ ഡയമെൻഷനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഏതെങ്കിലും മിററിലൂടെ ആയിരിക്കും ഈ ഐലാൻഡിലേക്ക് വരിക. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഈ ഐലാൻഡിലുള്ള മിറേഴ്സ് അതെല്ലാം തന്നെ കടലിൽ നിക്ഷേപിക്കണം. ഒരേ ഒരു മിറർ അതുമാത്രം നമുക്കിടയിൽ വെക്കണം എന്ന് പറഞ്ഞ് ഒരു മിറർ അവിടെ സെറ്റ് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം കടലിലേക്കിടും. കാരണം ലൂഫി ആ മിറർ വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നേരെ കടലിലേക്കായിരിക്കും വീഴുക. ഒരിക്കലും ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുള്ള ലൂഫിക്ക് കടലിൽ സർവൈവ് ചെയ്യാനാവില്ല. ഉടനെ അവിടെയുള്ളവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ പിടിക്കാനായിട്ട് റെഡിയാവും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ ബോധമില്ല. കട്ടുകുറിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ലൂഫിക്ക് അവൻ എന്ത് സംഭവിച്ചു. ഇത്രയും നേരവും അവൻ എന്റെ ഫൈറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. സഡൻ ആയിട്ട് അവൻ എന്തു പറ്റി ചിന്തിച്ച് ലൂഫിയെ തന്നെ നോക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ലൂഫിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് റെയിലിയുടെ അറ്റാക്ക് അത് സെൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ലൂഫി പതിയെ കണ്ണു തുറന്ന് അങ്ങനെ ബോഡി മുഴുവൻ കിടിങ്ങി വിറച്ച് പതിയെ എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വീണ്ടും കാറ്റൊക്കെ ഊതി വേർപ്പിച്ച് ഒരു നീഡില് അവർ നേരെ അയക്കും. ഇത്തവണ ലൂഫി ആണെങ്കിൽ ആ നീഡിൽ സെൻസ് ചെയ്ത് നൈസായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ അവനെ കൊണ്ട് നിൽക്കാൻ കഴിയാതെ താഴേക്ക് വീഴുകയാണ്. കട്ടുകുറിക്കാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നും. അവന്റെ പുറകിൽ നിന്ന് ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. കട്ടുകുറിയാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.